നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ഊർജ്ജമാവുകയും കലോറി ആവുകയും ഇത് ശരീരത്തിൽ കൊഴുപ്പായി മാറുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഊർജ്ജമാവുന്ന സമയത്ത് നമുക്ക് ഈ ശരീരത്തിൽ നിന്നും ഈ ഊർജ്ജം, ഈ കലോറി നമുക്ക് ആവശ്യത്തിന് ബേൺ ചെയ്ത് കളയാൻ പറ്റിയില്ലെങ്കിൽ, അതായത് നമ്മൾ നടക്കാനോ അല്ലെങ്കിൽ ഓടാനോ ഈ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ എനർജി ഇത്തരം ആക്ടിവിറ്റിയിലൂടെ നമുക്ക് ഉപയോഗിച്ച് ബേൺ ചെയ്ത് കളയാൻ പറ്റിയില്ലെങ്കിൽ ഈ കഴിക്കുന്ന ഭക്ഷണത്തിലെ കലോറി നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പായിട്ട് അത് കാലിലും അതുപോലെ വയറിലും അങ്ങനെ ഓരോ ഭാഗത്തായിട്ട് അടിഞ്ഞുകൂടി അത് ഓവറായിട്ടുള്ള ഫാറ്റായിട്ട് മാറും. അപ്പോൾ പ്രധാനമായിട്ടും ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് ഭക്ഷണത്തിൽ നല്ലൊരു കൺട്രോളിങ് വരുത്തുക. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്താണെങ്കിലും നമുക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാം. പക്ഷേ കഴിക്കുന്ന ഭക്ഷണം നമ്മളൊരു 20% കുറച്ച് കഴിക്കുക. അതായത് ഒരു 80% നമ്മൾ കഴിക്കാവൂ. 80% ഭക്ഷണമേ നമ്മുടെ ശരീരത്തിന് ശരിക്കും ആവശ്യമുള്ളൂ. ഒരു 20% നമ്മളെപ്പോഴും വയറ് കാലിയാക്കി മാറ്റുക. ഈ 20% നമ്മൾ കാലിയാക്കി മാറ്റുകയും അതോടൊപ്പം തന്നെ വ്യായാമങ്ങൾ ചെയ്യുകയും അല്ലെങ്കിൽ നടക്കാൻ പോവുകയും ഇതുപോലെ ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ ഓവറായിട്ട് കിടക്കുന്ന ഫാറ്റ്, അതായത് മുമ്പ് നമുക്കുണ്ടായിരിക്കുന്ന ഫാറ്റ്, ഇത് ബേൺ ചെയ്യാൻ ഈ 20% ആയിട്ടുള്ള എംപ്റ്റി സ്റ്റൊമക്ക് നമ്മളെ വളരെയധികം സഹായിക്കും. ഫുൾ സ്റ്റൊമക്ക് കഴിച്ചാൽ, ഫുള്ളായിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ അത് വീണ്ടും നിങ്ങളുടെ ശരീരത്തിൽ കൊഴുപ്പായിട്ട് മാറും. അതായത് നിങ്ങൾ എത്ര വർക്കൗട്ട് ചെയ്താലും നിങ്ങൾ ഫുള്ളായിട്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ കലോറി, ഈ ഭക്ഷണത്തിൽ നിന്നുണ്ടാകുന്ന കലോറി വീണ്ടും നിങ്ങളുടെ ശരീരത്തിൽ അടുത്ത കൊഴുപ്പായിട്ട് മാറിക്കൊണ്ടിരിക്കും. അതായത് നിങ്ങളുടെ ശരീരഭാരം കുറയാൻ വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി ഒരു 1.5 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ ശരിക്കും കായികമായിട്ട് അധ്വാനിക്കേണ്ടി വരും. അതുപോലെ ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന വ്യായാമങ്ങളും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഈ വ്യായാമങ്ങളും അതോടൊപ്പം തന്നെ നല്ല ഡയറ്റ് നോക്കിയാലും 20% എപ്പോഴും നിങ്ങൾ വയറ് ഫുള്ളാക്കാതെ നോക്കുക. ഇത്രയും ചെയ്താൽ ഒരു 2 ആഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ശരീരത്തിന് നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. 2 ആഴ്ച കൊണ്ട് നമുക്ക് ശരീരഭാരം അത്യാവശ്യം കുറച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഫോളോ ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രാക്ടീസ് ആരംഭിക്കാം. നമ്മൾ നിന്നുകൊണ്ടുള്ളൊരു വ്യായാമമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കാല് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. ഇതുപോലെ ഒരു 3 ഫുട്ട് ഡിസ്റ്റൻസ്, അതായത് 1, 2, 3 ഒരു അല്പമോ നിങ്ങൾക്ക് കൂടുതൽ വയ്ക്കാം ഇതുപോലെ, അല്ലെങ്കിൽ 3 മതിയാവും. ഇനി 2 കൈകളും ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് കൈ ശരിക്കും ഓപ്പൺ ആക്കി പിടിക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത്, ശ്വാസം വിട്ടുകൊണ്ട് നിങ്ങൾ വലതുകൈ ഇതുപോലെ ഇടതുകാലിന്റെ സൈഡിൽ ഇതുപോലെ തൊടാൻ നോക്കുക, മുകളിലോട്ട് നോക്കുക. ഇനി ശ്വാസം എടുത്തുകൊണ്ട് അപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഇടതുകൈ ഇതുപോലെ വലതുകാലിന്റെ വലതു സൈഡിൽ തൊടാൻ നോക്കുക, മുകളിലോട്ട് നോക്കുക, അപ്പ് ചെയ്യുക ഇതുപോലെ. അതിനുശേഷം നിങ്ങൾ റിലാക്സ് ആവുക. നമ്മൾ ഈ ഒരു പൊസിഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്കിത് റൈറ്റ് സൈഡ് ഒരു 5 തവണ, അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് 5 തവണ, ടോട്ടൽ 10 തവണ. അപ്പൊ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. നിങ്ങൾ നിൽക്കുക ഇതുപോലെ, കാല് ഒരു 3-4 ഫുട്ട് ഡിസ്റ്റൻസിൽ വെക്കുക, കൈകൾ സെപ്പറേറ്റ് ചെയ്യുക. ഇനി ശ്വാസം വിട്ടുകൊണ്ട് വലതുകൈ വലതു കാൽഭാഗത്ത് ഇടത് കാൽഭാഗത്ത് തൊടാൻ നോക്കുക, മുകളിലോട്ട് നോക്കുക, നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം എടുത്ത് അപ്പ് ചെയ്യുക. ഇടതുകൈ ഇടതുകാലിന്റെ വലതുകാലിന്റെ ഭാഗത്ത് തൊടാൻ നോക്കുക, മുകളിലോട്ട് നോക്കുക, ശ്വാസം എടുത്ത് അപ്പ് ചെയ്യുക. ഇപ്പോൾ 2 റൗണ്ടായി. ഇനി വലതുകൈ ഇടതുകാലിന്റെ ഭാഗത്ത് തൊടാൻ നോക്കുക, മുകളിലോട്ട് നോക്കുക, അപ്പ് ചെയ്യുക. 3ാമത്തെ റൗണ്ട്. ഇനി ഇടതുകൈ വലതുകാലിന്റെ ഭാഗത്ത് തൊടാൻ നോക്കുക, മുകളിലോട്ട് നോക്കുക, അപ്പ് ചെയ്യുക. 4 റൗണ്ട്. വലതുകൈ ഇടതുവശത്ത് തൊടാൻ നോക്കുക, മുകളിലോട്ട് നോക്കുക, ശ്വാസം എടുത്ത് അപ്പ് ചെയ്യുക. 5 റൗണ്ട്. ഇടതുകൈ വലതുകാൽ ഭാഗത്ത് തൊടാൻ നോക്കുക, അപ്പ് ചെയ്യുക. 6 റൗണ്ട്. വലതുകൈ ഇടതുവശത്ത് തൊടാൻ നോക്കുക, മുകളിലോട്ട് നോക്കുക, 7 റൗണ്ട്. അപ്പ് ചെയ്യുക. ഇനി ഇടതുകൈ വലതുകാൽ ഭാഗത്ത് തൊടാൻ നോക്കുക, വലതു സൈഡിൽ അപ്പ് ചെയ്യുക. 8 റൗണ്ട്. ലാസ്റ്റ് റൗണ്ട്. വലതുകൈ ഇടതുവശത്ത് തൊടാൻ നോക്കുക, മുകളിലോട്ട് നോക്കുക, നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. നിങ്ങൾ ഒരല്പസമയം ഹോൾഡ് ചെയ്യുക. ഇത് ഹിപ്പിലെ കൊഴുപ്പ് കുറയ്ക്കാൻ വളരെ നല്ലതാണ്.
ഇനി ശ്വാസം എടുത്ത് അപ്പ് ചെയ്യുക. ഇനി ഇടത് കൈ വലത് സൈഡിൽ തൊടാൻ നോക്കുക, മുകളിലോട്ട് നോക്കുക. നന്നായിട്ട് വലത് ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക, അല്പസമയം ഹോൾഡ് ചെയ്യുക. ശരിക്കും ഹിപ്പിലെ ഫാറ്റ് ബേൺ ചെയ്യുന്ന ഒരു ഫീലിംഗ് കിട്ടണം. ശ്വാസം എടുത്ത് അപ്പ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ രണ്ട് സൈഡും 5 റൗണ്ട് വെച്ച് 10 റൗണ്ട് ചെയ്തു. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പൊസിഷൻ ഒരു 10 റൗണ്ട് കൂടി നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം. നിങ്ങൾ പ്ലാങ്ക് പോസിൽ വരിക. ഇതുപോലെ പ്ലാങ്ക് പോസ്. നമ്മൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ വലത് മുട്ടുകാൽ മടക്കി നിങ്ങൾ മുട്ടുകാല് ഇതുപോലെ തലയിൽ മുട്ടിക്കാൻ നോക്കുക. അതിനുശേഷം പ്ലാങ്ക് പോസിൽ വരിക. അതുപോലെ തന്നെ ഇടത് മുട്ടുകാൽ മടക്കി തലയിൽ മുട്ടിക്കാൻ നോക്കുക. ശേഷം പ്ലാങ്ക് പോസിൽ വരിക. ഈ ഒരു പൊസിഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ടയർഡാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും റിലാക്സ് ചെയ്യാം. പറ്റുന്ന പോലെ ചെയ്യുക. ടയർഡാകുമ്പോൾ റിലാക്സ് ചെയ്യുക. മുട്ടുകാൽ തലയിൽ മുട്ടിക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, പറ്റുന്ന പോലെ. ഈ ഒരു പൊസിഷൻ നിങ്ങളുടെ വയറിലെ മസിൽസിന് നല്ല റിസൾട്ട് തരുന്നൊരു പൊസിഷനാണ്. നമുക്ക് ഒരുമിച്ച് 5 റൗണ്ട് ചെയ്യാം. ആദ്യം പ്ലാങ്ക് പോസിൽ വരിക. നമുക്ക് ആരംഭിക്കാം. ഇനി വലത് മുട്ടുകാൽ തലയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. പ്ലാങ്ക് പോസ്. ഇടത് മുട്ടുകാൽ തലയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. പ്ലാങ്ക് പോസ്. ഒരു റൗണ്ടായി. വലത് മുട്ടുകാൽ തലയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. പ്ലാങ്ക് പോസ്. ഇടത് മുട്ടുകാൽ തലയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. പ്ലാങ്ക് പോസ്. 2 റൗണ്ടായി. വലത് മുട്ടുകാൽ തലയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. പ്ലാങ്ക് പോസ്. ഇടത് മുട്ടുകാൽ തലയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. പ്ലാങ്ക് പോസ്. വലത് മുട്ടുകാൽ തലയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. പ്ലാങ്ക് പോസ്. ഇടത് മുട്ടുകാൽ തലയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. പ്ലാങ്ക് പോസ്. അവസാന റൗണ്ട്. വലത് മുട്ടുകാൽ തലയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. മുട്ടിക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. പ്ലാങ്ക് പോസ്. ഇടത് മുട്ടുകാൽ തലയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. പ്ലാങ്ക് പോസ്. അതിനുശേഷം നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഒരു പൊസിഷൻ ഒരു 5 തവണ കൂടി ചെയ്യുക. ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം. ഇത്രയും വ്യായാമം ചെയ്തിട്ട് നിങ്ങൾ ടയേർഡ് ആയിട്ടില്ലെങ്കിൽ ഈ വ്യായാമങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾക്ക് ചെയ്യാവുന്ന അളവ് കൂട്ടി കൊണ്ടുവരിക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമസ്തേ.